ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണനും ഗോവർദ്ധനഗിരിയും. ഇന്ദ്രന്റെ കോപത്തിൽ നിന്ന് എങ്ങനെയാണ് കൃഷ്ണൻ വൃന്ദാവനത്തെ രക്ഷിച്ചത്, അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമായത് എന്നറിയാം. 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്നു. പാപങ്ങളും പാപികളുമാൽ ഭാരിതമായ ഭൂമിയെ ശുദ്ധീകരിക്കാനായിരുന്നു ഭഗവാന്റെ അവതാര ഉദ്ദേശം. ദേവന്മാരുടെ രാജാവായിരുന്ന ഇന്ദ്രൻ മഴയും ഇടിമിന്നലും കാലാവസ്ഥയും അവന്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. സ്വർഗത്തിലെ മേരു പർവ്വതത്തിൽ വസിച്ചിരുന്ന ഇന്ദ്രൻ അവിടെ നിന്ന് എല്ലാം നിയന്ത്രിച്ചു. എന്നാൽ ഇന്ദ്രന് ചില ദുർഗുണങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് താഴെയുള്ളവരുമായി, അതായത് കുറഞ്ഞ ശക്തിയുള്ള ദേവന്മാർ, മനുഷ്യന്മാർ, അസുരന്മാർ, അവരുടെ പ്രവർത്തികൾ അവനെ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കുകയും കോപിപ്പിക്കുകയും ചെയ്തു. അധികാര മതത്തിൽ ആഴ്ന്ന ഇന്ദ്രൻ ദേവന്മാർക്ക് സ്വന്തം കർമ്മമുണ്ടെന്ന് സ്വയം മറന്നു. ആ സത്യവും മറന്നു. വിനയമില്ലാതെ കൈകാര്യം ചെയ്യുന്ന അധികാരം ദേവന്മാരെ പോലും നശിപ്പിക്കാമെന്നതിന് ഉദാഹരണമാണ് ഇന്ദ്രൻ. വൃന്ദാവനത്തിലെ ജനങ്ങൾ കൃഷിയിലും പശുപാലനത്തിലുമായിരുന്നു ആശ്രയിച്ചിരുന്നത്. സമയബന്ധിതവും സമൃദ്ധവുമായ മഴ അവരുടെ ഉപജീവനത്തിന് ആവശ്യമായിരുന്നു. അതിനാൽ ഇന്ദ്രൻ അവർക്ക് പ്രധാന ദേവനായിരുന്നു. നല്ല മഴ ലഭിച്ച വർഷങ്ങളിൽ അവർ ഇന്ദ്രനെ ആരാധിച്ച് നന്ദി അറിയിച്ചു. മഹോത്സവങ്ങൾ നടത്തി. വരൾച്ച കാലങ്ങളിൽ തങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് തേടി ഇന്ദ്രനെ പ്രസാദിപ്പിക്കാൻ യാഗാദികൾ നടത്തി. ഒരു വർഷം അതീവ നല്ല മഴ ലഭിച്ചു. വൃന്ദാവനത്തിലെ ഒരിടവും പച്ചപ്പില്ലാതെ ഉണ്ടായിരുന്നില്ല. ഗ്രാമമുഖ്യനും കൃഷ്ണന്റെ പിതാവുമായ നന്ദഗോപരുടെ നേതൃത്വത്തിൽ ഇന്ദ്രനോട് നന്ദി അറിയിക്കാൻ ഒരു ഉത്സവം നടത്തി. ഉത്സവ ദിനത്തിൽ എല്ലാവരും പുലർച്ചെ എഴുന്നേറ്റ് വീടുകൾ വൃത്തിയാക്കി പൂക്കളാലും വിളക്കുകളാലും ഗ്രാമം അലങ്കരിച്ചു. കൃഷ്ണൻ ഈ ഒരുക്കങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഉറക്കം വിട്ടുണർന്നപ്പോൾ ഗ്രാമം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് കൃഷ്ണൻ കാര്യം അന്വേഷിച്ചു. ഉത്സവത്തിന്റെ കാര്യമറിഞ്ഞപ്പോൾ മഴയ്ക്ക് ഉത്തരവാദി ഇന്ദ്രനാണെന്ന വിശ്വാസത്തിലാണ് ഗ്രാമവാസികൾ ഉത്സവം നടത്തുന്നത് എന്നറിഞ്ഞ് കൃഷ്ണൻ അതിശയിച്ചു. കൃഷ്ണൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. മഴയ്ക്കും സമൃദ്ധമായ വിളവിനും കാരണം ഇന്ദ്രനല്ല, സമീപത്തുള്ള ഗിരി ഗോവർദ്ധൻ എന്ന പർവ്വതമാണെന്ന് കൃഷ്ണൻ പറഞ്ഞു. അതിനാൽ ഇന്ദ്രനേക്കാൾ ഗോവർദ്ധനെയാണ് ആരാധിക്കേണ്ടതെന്നും പറഞ്ഞു. ഇത് കേട്ട ഗ്രാമവാസികൾ അമ്പരന്നു. ഇന്ദ്രന്റെ കോപത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ദ്രനെ അസന്തുഷ്ടനാക്കുന്നത് ചിന്തിക്കുക പോലും അവർക്ക് പറ്റില്ലായിരുന്നു. ആ ചിന്ത പോലും അവരെ ഭയപ്പെടുത്തി. കൃഷ്ണൻ അവരുടെ ഭയം അകറ്റി. നമുക്ക് വേണ്ടത് വെള്ളമാണ്, കൃഷിക്കും പശുക്കൾക്കും. മഴമേഘങ്ങൾ ഗോവർദ്ധനടുത്തെത്തുമ്പോൾ പർവ്വതം അവയെ തടഞ്ഞ് മഴയായി വെള്ളം ചൊരിയുന്നു. അതാണ് നമ്മുടെ നദികളും കുളങ്ങളും നിറയാൻ കാരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദി ആരാണ്, ഇന്ദ്രനോ ഗോവർദ്ധനോ? ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു. എല്ലാവരും കൃഷ്ണന്റെ വാദത്തോട് യോജിച്ചു. നന്ദഗോപർ ആശങ്കയോടാണെങ്കിലും സമ്മതിച്ചു. ഗോവർദ്ധനെ ആരാധിക്കാൻ അവർ തയ്യാറെടുത്തു. എന്നിരുന്നാലും ഇന്ദ്രന്റെ കോപത്തെക്കുറിച്ചുള്ള ഭയം നന്ദഗോപരുടെ മനസ്സിലുണ്ടായിരുന്നു. അത് വെറും ഭയമായിരുന്നില്ല. വൃന്ദാവനക്കാർ ഗോവർദ്ധനെ ആരാധിക്കുന്നു എന്നറിഞ്ഞ ഇന്ദ്രൻ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ചെറിയ ബാലന്റെ വാക്ക് കേട്ട് അവർ അങ്ങനെ ചെയ്തതിൽ ഇന്ദ്രന്റെ കോപം ഇരട്ടിയായി. ആ ബാലൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന സത്യം ഇന്ദ്രൻ തിരിച്ചറിഞ്ഞില്ല. ഇന്ദ്രൻ എല്ലാ മേഘങ്ങളെയും വിളിച്ചുകൂട്ടി വൃന്ദാവനത്തെ വെള്ളത്താൽ മുക്കിക്കളയുന്ന രീതിയിൽ കനത്ത മഴ പെയ്യിക്കാൻ ഉത്തരവിട്ടു. ഉടൻ തന്നെ വൃന്ദാവനം വെള്ളപ്പൊക്കത്തിന്റെ വക്കിലെത്തി. ഗ്രാമവാസികൾ ഭയന്നു. കൃഷ്ണന്റെ വാക്ക് കേട്ട് ചെയ്തു പോയത് തെറ്റായോ എന്നവർ സംശയിച്ചു. എല്ലാവരും നന്ദഗോപരുടെ വീട്ടിലെത്തി കൃഷ്ണനോട് സഹായം തേടി. ഇന്ദ്രന്റെ കോപമാണിതെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. ഈ സമയം
ഗോവർദ്ധനഗിരി നമ്മളെ രക്ഷിക്കും എന്ന് കൃഷ്ണൻ ഉറപ്പു നൽകി. അവൻ എല്ലാവരെയും പർവ്വതത്തിന്റെ അടിവാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ തന്റെ ഇടത്ത് കൈയിലെ ചെറിയ വിരൽ ഗോവർദ്ധന പർവ്വതത്തെ മുഴുവനായി ഉയർത്തിപ്പിടിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ ചെറുവിരലിൽ ഗോവർദ്ധനഗിരി ഉയർത്തി നിർത്തിയിരിക്കുന്നത് കണ്ട് ആളുകൾ അതിശയിച്ചു. ആളുകളോടും പശുക്കളോടും കൂടി പർവ്വതത്തിനടിയിൽ അഭയം തേടാൻ കൃഷ്ണൻ പറഞ്ഞു. ഒരു ചെറിയ കുട്ടി പർവ്വതം പിടിച്ചു നിൽക്കുന്നതിൽ എല്ലാവർക്കും ഭയമുണ്ടായി. അവരുടെ ഭയം അകറ്റാൻ കൃഷ്ണൻ മറുകൈയിൽ ഓടക്കുഴൽ വായിച്ചു. ആ ദിവ്യ സംഗീതം എല്ലാവരുടെയും ദുഃഖം മറക്കാൻ കാരണമായി. അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ഇന്ദ്രൻ ഇതെല്ലാം കണ്ടിട്ടും തന്റെ അഹങ്കാരം ഉപേക്ഷിച്ചില്ല. മഴ 7 ദിവസം 7 പകലും 7 രാത്രികളും തുടർന്നു. ആ മുഴുവൻ സമയവും കൃഷ്ണൻ തന്റെ ചെറിയ വിരലിൽ പർവ്വതം പിടിച്ചു നിന്നു. കൃഷ്ണന് വിശ്രമം നൽകാൻ ഗ്രാമവാസികൾ പർവ്വതത്തിന് കീഴിൽ നീളമുള്ള കൊമ്പുകൾ വെച്ചു. കൃഷ്ണൻ വിരൽ മാറ്റിയപ്പോൾ പർവ്വതത്തിന്റെ ഭാരത്താൽ എല്ലാ കൊമ്പുകളും ഒടിഞ്ഞു വീണു. അപ്പോൾ അവർക്ക് മനസ്സിലായി, കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയല്ല, ദൈവം തന്നെയാണ്. ഇതെല്ലാം കണ്ട് ഇന്ദ്രന് തന്റെ തെറ്റ് ബോധ്യമായി. ഗോവർദ്ധൻ ഉയർത്തിയിരിക്കുന്ന ഈ ബാലൻ മഹാവിഷ്ണുവാണെന്ന് തിരിച്ചറിഞ്ഞ് മഴ നിർത്താൻ മേഘങ്ങളോട് ആജ്ഞാപിച്ചു. തന്റെ 5 തലകളുള്ള ആനയായ ഐരാവതത്തിൽ കയറി താഴെ ഇറങ്ങി. കൃഷ്ണന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് ക്ഷമ ചോദിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രനോട് ക്ഷമിച്ചു. വൃന്ദാവനക്കാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഇത്രയും കാലം കൃഷ്ണനെ അറിയാമായിരുന്നെങ്കിലും ഇത്ര നാൾ ദൈവ സാന്നിധ്യം ഇത്രയേറെ അവർ അനുഭവിച്ചിരുന്നില്ല. ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഓരോ കഥയ്ക്കും ജീവിത പാഠമുണ്ട്. ഈ കഥ കർമ്മ സിദ്ധാന്തത്തെ ശക്തമായ പ്രമേയമായി കണക്കാക്കപ്പെടുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മം നിർവഹിക്കേണ്ടതുണ്ടെന്നും അതിൽ വീഴ്ച വരുത്തിയാൽ ജീവിത ലക്ഷ്യം പരാജയപ്പെടുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. കൂടാതെ അധികാരമുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ഉണ്ടെന്ന് ഈ കഥ പറയുന്നു. ശക്തിയുള്ളവർ അഹങ്കരിക്കരുത്. ഏറ്റവും ശക്തരായ ദേവന്മാരും കർമ്മ നിയമത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. ഇന്ദ്രൻ തന്റെ കർമ്മം പാലിക്കാതിരുന്നതാണ് അവന് അപമാനത്തിനുള്ള കാരണം. ഭഗവാൻ കൃഷ്ണന്റെ ഓരോ കഥകളും ഓരോ ജീവിത പാഠങ്ങളാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.